എനിക്കവളെ വേണം. അവളെ എനിക്ക് വേണം. എനിക്കവളെ വേണം. എനിക്കവളെ വേണം. ഒന്ന് നിർത്ത് മഹി. നീ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഈ താലിച്ചരട് അമൃതയുടെ കഴുത്തിൽ കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പാഴായി പോയത്. എടാ, ഒന്നീ പിഴച്ചാ മൂന്നെന്നല്ലേ? ഇതിനേക്കാളും നല്ല അവസരം ഇനിയും നിനക്ക് കിട്ടും. നീ തന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടും. ഈ പതിവ് പല്ലവി കേട്ടുടങ്ങട്ടെ കാലം കുറയായി. ഒന്നും നടക്കില്ലെന്ന് ഇന്നത്തോടെ ബോധ്യാവുകയും ചെയ്തു. എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. വേണ്ട, ചേച്ചി പറയുന്ന ഒന്നും ഇനി എനിക്ക് കേൾക്കണ്ട. എനിക്ക് ചേച്ചിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എടാ, ഞാനെന്ത് വിളിച്ചു? എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നേനെ. പക്ഷെ അവസാന നിമിഷം അവള് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയില്ല. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന ഈ താലി ഇപ്പൊ അമൃതയുടെ കഴുത്തിൽ കിടന്നേനെ. എന്തിനു ഏതിന് ചേച്ചിക്ക് പറയാൻ ന്യായങ്ങളുണ്ടല്ലോ. ചേച്ചി എന്നെ പറഞ്ഞു പറ്റിച്ചു. അത് തന്നെ സംഭവിച്ചത്. ചേച്ചിയെ വിശ്വസിച്ച ഇത്രയും നാള് ഞാൻ അമൃതയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. എന്നിട്ടും അവളെ അത്ര കണ്ട് മോഹിക്കുമ്പോഴും ഒരു പ്രാവശ്യം പോലും അവളുടെ പിന്നാലെ പോവാനോ വഴി തടഞ്ഞ് എന്റെ ഇഷ്ടം പറയാനോ ഞാൻ പോയിട്ടില്ല. ഒക്കെ ചേച്ചി പറഞ്ഞ വാക്ക് വിശ്വസിച്ചിട്ടാ. ഒന്നാമത് അമൃതയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അതിനും കാരണക്കാരി ചേച്ചിയാ. ചേച്ചിയെ കാണുന്ന കണ്ണുകൊണ്ട് അവൾ എന്നെയും കാണുന്നത്. എന്നോടുള്ള വെറുപ്പ് ഇനിയും കൂട്ടാതിരിക്കാനാ ഞാൻ അവളുടെ ബാക്കിൽ നടന്ന് ശല്യപ്പെടുത്താതിരുന്നത്. എന്റെ ആ കാത്തിരിപ്പും ക്ഷമയൊക്കെ ചേച്ചി ഒറ്റ ഒരാൾ തകർത്തു കളഞ്ഞു. നിർത്തടാ. കുറച്ചു നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. സഹിച്ചത് മുഴുവൻ ഞാനാ. നഷ്ടം വന്നത് എനിക്കാ. അമൃതയെ സ്വന്തമാക്കാൻ ഇനി എനിക്ക് ചേച്ചിയുടെ ആവശ്യമില്ല. എന്തുവേണമെന്ന് എനിക്കറിയാം. മഹി, മര്യാദക്ക് ഞാൻ പറയുന്നതും കേട്ട് എന്റെ കൂടെ നിന്നോണം. ഇല്ലെങ്കിൽ അമൃതയെന്നല്ല ഒരു പെണ്ണിനെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ. ഇനി എന്തുവേണമെന്ന് എനിക്കറിയാം. ഡ്രൈവർ, വണ്ടി നിർത്തേ. വണ്ടി നിർത്താൻ. എടോ, തന്നോടല്ലേ പറഞ്ഞ വണ്ടി നിർത്താൻ. വണ്ടി നിർത്തോ. മഹി, മഹി നിക്ക്. നീ ഇതെവിടേക്ക് പോവാ? പറഞ്ഞില്ലേ, ഇനി എനിക്ക് എന്റെ വഴി. എനിക്കറിയാം അമൃത എങ്ങനെ എനിക്ക് സ്വന്തമാക്കണമെന്ന്. എടാ, ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്താ ഈ കാര്യങ്ങളൊക്കെ? പറഞ്ഞതുപോലെ അമൃതയുടെ അനിയത്തിമാരെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഗുഡ്. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാ. 4 എണ്ണത്തിനെയും പിടികൂടി ഇന്ന് തന്നെ ഇവിടുന്ന് നാട് കടത്തണം. ധൈര്യമായിട്ടിരിക്കെ. വേണ്ടത് ചെയ്തോളാമെന്ന് ഞാൻ പറഞ്ഞല്ലോ.